മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നരേന്ദ്രമോദി മറ്റ് മന്ത്രിസഭാംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള നേതാക്കളെ സാക്ഷിയാക്കി നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് BJP വലിയ ആഘോഷമാക്കും. വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുകയാണ്. ആദർശ്, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആഘോഷമാകും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ലോക നേതാക്കളുടെ മുന്നിലൊക്കെ അത് വലിയ ഗംഭീരമായി തന്നെ ഒരു ചടങ്ങായി തന്നെ BJP നടത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി, ഒപ്പം തന്നെ ആരൊക്കെയാകും ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക? 30 മന്ത്രിമാരുടെ പേര് പറയുന്നുണ്ടല്ലോ, അതിൽ ആരൊക്കെയാകും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് 7:15 മുതൽ 8 മണി വരെ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരുടെ എണ്ണവും ഒരു 30 മുതൽ 40 വരെയാകും എന്ന് മാത്രമാണ്. കാരണം ആകെ മോദി മന്ത്രിസഭയുടെ എണ്ണം എന്ന് പറയുന്നത് 81 മന്ത്രിമാരുടേതായിരിക്കും. അതിൽ 30 പേർ ആദ്യ ഘട്ടത്തിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പല പേരുകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. നിലവിൽ എന്തായാലും JDU-വിൽ നിന്ന് 2 ക്യാബിനറ്റ് മന്ത്രിമാരായിരിക്കും മോദി മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തെലുങ്ക് ദേശവും 4 മന്ത്രിസ്ഥാനങ്ങൾ BJP-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മോദി മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന് ഉറപ്പാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടക്കമുള്ള മന്ത്രിമാർ, അവരിൽ എത്ര പേർ ഈ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഇതുവരെയും BJP-യുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ മറ്റൊരു കാര്യം, എല്ലാ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി പ്രഭാത ഭക്ഷണത്തിന് ആരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ വൈകുന്നേരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ്. എന്നാൽ അത് സംബന്ധിച്ചും നിലവിൽ BJP-യുടെ ഭാഗത്ത് നിന്ന് വ്യക്തതയൊന്നും വന്നിട്ടില്ല. കാരണം ഡൽഹിയിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്മാരടക്കം പല നേതാക്കളുമുണ്ട്. അവരെയൊക്കെ പ്രധാനമന്ത്രി ഈ അത്താഴത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മന്ത്രിമാരാകുന്നവർ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള ഒരു സസ്പെൻസ്, അത് എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് 1 മണിക്കൂർ മുമ്പ് വരെയെങ്കിലും അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മന്ത്രിമാരുടെ പട്ടിക അടക്കം ഒന്നും ചോരാതെ നോക്കുക എന്നൊരു നിർബന്ധ ബുദ്ധിയോടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇക്കുറി നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭകളെ പോലെയല്ല, BJP-ക്ക് മാത്രമല്ല ഇക്കുറി സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് JDU-വും തെലുങ്ക് ദേശം പാർട്ടിയും ഒക്കെയാണ് നിർണായകമായിരിക്കുന്നത്. അവർ എന്തായാലും അവരുടെ പ്രതിനിധികളെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വകുപ്പുകൾ സംബന്ധിച്ച്, മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ചൊക്കെ BJP നേതാക്കളുമായുള്ള അവസാനവട്ട ആശയവിനിമയത്തിലാണ് ഘടകകക്ഷികൾ. NCP, RLD അടക്കമുള്ള പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ BJP രാജ്യവ്യാപകമായി തന്നെ മൂന്നാം മോദി മന്ത്രിസഭയുടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ ആഘോഷമാക്കുന്നതിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലും BJP പ്രവർത്തകർ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുക, ഒപ്പം മറ്റ് സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെയാണ് പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് പലയിടങ്ങളിലും NDA എന്ന നിലയ്ക്ക് തന്നെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്കറിയാം, NDA-യുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പോലും മോദി സർക്കാർ എന്ന പദത്തിന് പകരം NDA സർക്കാർ എന്ന് അദ്ദേഹവും വളരെ ശ്രദ്ധയോടുകൂടി NDA സർക്കാർ എന്ന വാക്ക് ഉപയോഗിക്കുകയായിരുന്നു. എന്തായാലും ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണ്. ആ കൂട്ടുകക്ഷി സർക്കാർ അത് NDA സർക്കാരാണെന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി വാക്കുകളിൽ പോലും ഉപയോഗിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എങ്ങനെ കഴിഞ്ഞ 2 സർക്കാരുകൾ അത് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി നയിച്ച നരേന്ദ്രമോദി ഇക്കുറി ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ NDA എന്ന ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ശ്രമകരമായിരിക്കും. രാഷ്ട്രീയമായി തന്നെ അത് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഈ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിലും ഒക്കെ ഏറെ കൗതുകമായി മാറുന്നതും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഘടകകക്ഷികളെയൊക്കെ ഒപ്പം നിർത്തി
അവർക്ക് അർഹമായ പരിഗണന നൽകി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് BJPയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് JDU-വും തെലുങ്ക് ദേശവും അടക്കമുള്ള സഖ്യകക്ഷികളൊക്കെ BJP നേതാക്കളുമായി അവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയും അവർ NDAക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അതുമല്ലെങ്കിൽ വീണ്ടും ഒരു മന്ത്രിസഭാ വികസനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും BJP-യിൽ നിന്ന് മുതിർന്ന നേതാക്കളടക്കം മോദി മന്ത്രിസഭയിൽ ഈ മൂന്നാം മോദി മന്ത്രിസഭയിൽ ഇടം നേടും. ഒപ്പം തന്നെ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകും. അത് കൃത്യമായി തന്നെ ജാതി സമവാക്യങ്ങൾ, പ്രാദേശിക സന്തുലനാവസ്ഥ തുടങ്ങി എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും മൂന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.